വിശുദ്ധ മാർക്കൂസിന്റെ സുവിശേഷത്തില് 11-ാം അധ്യായം 24-25 വാക്യങ്ങളിലോ കർത്താവായ യേശുനാഥൻ ഇപ്രകാരം അരുൾ ചെയ്തു: നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും നിനക്ക് ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിനക്കാരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ആദ്യം നീ അത് ക്ഷമിക്കുക. അപ്പോൾ സ്വർഗത്തിലുള്ള നിന്റെ പിതാവ് നിന്റെ തെറ്റുകൾ ക്ഷമിക്കപ്പെടും. കർത്താവായ യേശുനാഥന്റെ വാഗ്ദാനവും പ്രബോധനമടങ്ങിയ ഈ വചനത്തെ ഉൾക്കൊണ്ടുവേണം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയ വിചാരങ്ങളെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തില് വിശുദ്ധിയോടും വിശ്വാസത്തോടും നിഷ്കളങ്കതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രവിക്കുന്ന ദൈവമാണ്. ഒരു തരി വെറുപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ട് സ്നേഹമാകുന്ന ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. പ്രമാണങ്ങൾ പാലിച്ച് കൽപ്പനകൾ അനുസരിച്ച് പള്ളിക്ക് വിഹിതം നൽകി ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ച പ്രീശനായ മനുഷ്യൻ പരിശുദ്ധ ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് അൾത്താരയുടെ മുൻപിൽ നിന്നുകൊണ്ട് ചെയ്ത നന്മകളെ ഓരോന്നോരോന്നായി ദൈവസന്നിധിയിൽ പറയുവാൻ തുടങ്ങി. പിന്നിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ നോക്കിക്കൊണ്ട് കർത്താവിനോട് പറഞ്ഞു: പിന്നിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. ഇതാ ദൈവത്തിന്റെ ഒരു മകനെ തരം താഴ്ത്തി ആ മകനോട് വെറുപ്പ് തോന്നി ദൈവസന്നിധിയിൽ ഇതാ പ്രാർത്ഥിച്ച പ്രീശന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചില്ല. എന്നാൽ ദൈവാലയത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പറഞ്ഞു: പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, എൻ്റെ മേൽ കരുണ തോന്നണമേ. എളിയവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവിൻ്റെ മുൻപിലാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കുക. ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവ് ഇതാ വീണ്ടും വീണ്ടും നമ്മോട് പറയുന്നു: ക്ഷമിക്കുക. 70 പ്രാവശ്യം ക്ഷമിക്കുക. ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നദി പോലൊഴുകി നമ്മുടെ ജീവിതത്തിൽ വരും. ജീവന്റെ നാഥനായ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക, അവിടുത്തെ കരം പിടിക്കുക. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ദൈവസ്നേഹം അനുദിനം നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ പിതാവായ ദൈവം ലോകരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു ഏകരക്ഷകൻ.